അപ്പം നമുക്ക് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പം ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഇൻ ദി എസ് ഫ്രെയിം ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻ ദി എസ് ഫ്രെയിം ആണ്. ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പം നമുക്ക് കാണാൻ പറ്റും എല്ലാ ടേംസിലും ആർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആറിനെ അങ്ങെടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓപ്പറേറ്റർ ഫോം കിട്ടും. അതായത് ഡി ബൈ ഡി ടി ഇൻ ദി എസ് ഫ്രെയിം ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ഡാഷ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫോം എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്നാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എന്തിൻ്റെ മുകളിലൊക്കെ ആക്ട് ചെയ്യിപ്പിക്കാം? നമുക്ക് പൊസിഷൻ വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യിപ്പിക്കാം. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അതുപോലെ നമുക്ക് വെലോസിറ്റി വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യിപ്പിക്കാം, ആക്സിലറേറ്റർ വെക്ടറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ വെലോസിറ്റി വെക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യിപ്പിക്കും. ഈ വി എന്ന് പറയുന്നത് ദിസ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദി എസ് ഫ്രെയിം. അപ്പൊ നമ്മൾ ഈ വിനെ എടുത്തിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഇൻ ദി എസ് ഫ്രെയിം ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി. അപ്പൊ നമ്മൾക്ക് വിന്റെ ടേംസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ എച്ച് എസിൽ എസ് ഫ്രെയിം ആണ്. എസ് ഫ്രെയിമിലുള്ള വെലോസിറ്റി ആണ് വി. റൈറ്റ് സൈഡിൽ എസ് പ്രൈം ആണുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം വി ഈസ് ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ആർ എച്ച് എസിൽ വിക്ക് പകരം നമ്മൾ വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഡി വി ബൈ ഡി ടി എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം നമ്മൾ വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇവിടെ ഡി വി ബൈ ഡി ടി ഇൻ ദി എസ് ഫ്രെയിം ഉണ്ട്. ഇനി നമ്മൾ ആർ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്യണം. ആർ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടേമിനെ സെപ്പറേറ്റ്ലി ഡെറിവേറ്റീവ് എടുക്കും. ദാറ്റ് ഈസ് ഡി വി പ്രൈം ഡിവൈഡഡ് ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ ഇൻ ദി എസ് പ്രൈം ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ആർ എച്ച് എസ് കിട്ടുക. ഇവിടെ നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ദി എസ് ഫ്രെയിം, ഇതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഇൻ ദി എസ് ഫ്രെയിം എ എസ് എന്ന് വിളിക്കുക. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം, അതിനെ നമ്മൾ എ എസ് പ്രൈം എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എസ് ഇസ് ഈക്വൽ ടു എ എസ് പ്രൈം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബി ബൈ ഡി ടി പ്ലസ് ബി ഇൻറ്റു ഡി എ ബൈ ഡി ടി. അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഒമേഗ ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ് ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് രണ്ടാമത്തെ ആളെ പ്ലസ് ഒമേഗ ക്രോസ് ഡി ബൈ ഡി ടി ഓഫ് രണ്ടാമത്തെ ആള്. നമ്മൾ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ റൂള്. പ്ലസ് ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരാം. ഇനി നമുക്കറിയാം ഡി ആർ ബൈ ഡി ടി എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഡി ഒമേഗ ബൈ ഡി ടി എന്തായി മാറും? 0 ആയി പോവും. അപ്പോൾ ഈ ടേം വാനിഷ് ആവും. അപ്പോൾ നമുക്ക് കിട്ടും എ എസ് ഇസ് ഈക്വൽ ടു എ എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വി പ്ലസ് ഒമേഗ ക്രോസ് വി ഒമേഗ ക്രോസ് വി പ്രൈം. ഇവിടെ നമുക്ക് എന്താ? ഡി ആർ ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം അല്ലേ? നമ്മളിവിടെ എസ് പ്രൈം ഫ്രെയിം ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഇൻ ദി എസ് പ്രൈം ഫ്രെയിം എന്ന് പറയുന്നത് വി പ്രൈം ആയിരിക്കും. അപ്പം എ എസ് ഇസ് ഈക്വൽ ടു എ എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് കിട്ടും.
ഇത് രണ്ടും സെയിം ടേംസ് ആണ്. അപ്പം നമ്മളത് ആഡ് ചെയ്യും. AS prime is equal to AS is equal to AS prime plus 2 into omega cross V prime plus omega cross R. ഇതെന്താ? ഈ എസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഒബ്സർവ്ഡ് ഫ്രം ദി എസ് ഫ്രെയിം. എസ് പ്രൈം ഈസ് ദി ആക്സിലറേഷൻ ഒബ്സർവ്ഡ് ഫ്രം ദി എസ് പ്രൈം ഫ്രെയിം. അതിനോട് അഡീഷണൽ ആയിട്ട് എന്ത് വരുന്നുണ്ട്? അപ്പോൾ എസ് പ്രൈമിനോട് അഡീഷണൽ ആയിട്ട് 2 എക്സ്ട്രാ ടേംസ് വരുന്നുണ്ട്. 2 into omega cross V പ്രൈമും പ്ലസ് omega cross R എന്നും പറയുന്നു. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എം എന്ന് പറയുന്നത് എന്തിന്റെ മാസാണ്? ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസാണ് ഈ എം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? മാസ് ഇൻറ്റു ആക്സലറേഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ അത് നമുക്ക് എഴുതി നോക്കാം. ത്രൂ ഔട്ട് നിങ്ങൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MA is equal to MA prime plus 2M into omega cross V prime plus M into omega cross R. വെക്ടർ സൈൻ ഉണ്ട്, ഞാൻ ഇടുന്നില്ല. നിങ്ങൾ എഴുതുമ്പം വെക്ടർ സൈൻ ഇടണം. അപ്പോൾ ഈ MA എന്ന് പറയുന്നത് F ആണ്. F is equal to F prime plus 2 ടേംസ് ഉണ്ടാവും, പ്ലസ് 2 ടേംസ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്ത്? അപ്പാരന്റ് ഫോഴ്സ്. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് പ്രൈമിനെ ഇവിടെ വെക്കുക, ഈ 2 ടേംസിനെയും ലെഫ്റ്റിലോട്ട് എടുക്കുക. അപ്പൊ എഫ് പ്രൈം ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി പ്രൈം മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഉണ്ടാവുക. ദാറ്റ് ഈസ് എഫ് പ്രൈം ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് സംതിങ്. ഈ സംതിങ് എന്ന് പറയുന്നത് അതിൽ 2 ടേംസ് വരും. മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി പ്രൈമും വരും, മൈനസ് m ഇൻറ്റു ഒമേഗ ക്രോസ് ആറും വരും. അപ്പം ഈ 2 ടേംസും ഇതിൻ്റെ ഉള്ളിൽ വരും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ട്രൂ ഫോഴ്സ് ഇസ് അപ്പാരന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ 2 ടേംസ് എന്താണ്? ദിസ് ബോത്ത് ടേംസ് ആർ ഫിക്റ്റീഷ്യസ് ഫോഴ്സസ്. കാരണം ഫ്രെയിമിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടെന്ന് തോന്നുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളാണ് ഇത് 2 എന്ന് പറയുന്നത്. അതിൽ 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി പ്രൈം, ദാറ്റ് ഈസ് മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി പ്രൈം എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കാം. കോറിയോളിസ് ഫോഴ്സ്. അതുപോലെ മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്ന ഫോഴ്സിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസിൻ്റെയും 2 ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവണം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2 ഫോഴ്സിനെ പറ്റിയും പറയാനുള്ളത്. അതായത് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി പ്രൈം ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് m ഇൻറ്റു ഒമേഗ ക്രോസ് ആർ.